കഥകളി വേഷം ആണിൻ്റേതെങ്കിൽ കുറഞ്ഞത് 40 ചാക്കുകളെങ്കിലും വേണ്ടിവരും. പെൺവേഷമാണെങ്കിൽ ചാക്കെണ്ണത്തിൽ അല്പം ഇളവുണ്ട്. ആകെ 10 മുതൽ 15 എണ്ണം മതിയാണ്. ഞൊറിക്കടിയിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ കടന്നുകൂടിയിട്ട് അധികമായിട്ടില്ല. തുടക്കത്തിൽ ചണം ചാക്കും പിന്നീട് തുണിയുമായിരുന്നു. അതിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കിലേക്ക് മാറിയതിന് കാരണം ഇതാ ഇങ്ങനെ. അല്ല, പണ്ട് കാലത്ത് ചാക്കല്ലായിരുന്നു പതിവ്, തുണി തന്നെയായിരുന്നു. ഒരുപാട് അധ്വാനം തന്നു. 10-50 തുണികൾ നമ്മൾ ഈ കഞ്ഞിമുക്കി വെയിലത്തിട്ടുണക്കി ആണ് അരയിൽ വെക്കുക. അതൊരു 4 കളി കഴിയുമ്പോഴേക്കും അതിന് ശക്തി പോകും. വീണ്ടും നമ്മൾ കഞ്ഞി വെക്കണം. അതിന് ശേഷമുള്ള ഒരു പുതിയ പരീക്ഷണമാണ് ഈ ചാക്ക്. അല്പം ഉഷ്ണം കൂടും എന്നതൊഴിച്ചാൽ കഥകളി വേഷമിട്ടവർക്കും ചാക്ക് തന്നെ ബെസ്റ്റ്. ഇതിങ്ങനെ കെട്ടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് എളുപ്പമായിട്ട് കളിക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ കെട്ടിയോണ്ട് നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ കാല് നല്ലോണം ഉയർത്തി ചവിട്ടാനുള്ളതും ഇങ്ങനെ ദൂരത്ത് വെച്ച് ഞങ്ങൾ കാല് അടർത്തി വെച്ചിട്ടാണ് കളിക്കുക. അത് അങ്ങനെ ഉണ്ട്. അപ്പം ഈ ചാക്ക് വെച്ച് ഇങ്ങനെ ഉയർത്തി കെട്ടുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട്. വേദിയിൽ ഇങ്ങനെ ഓടിയും ചാടിയും ചവിട്ടിയും ഓരോ കഥകളി വേഷവും ആടിത്തകർക്കുമ്പോൾ ആവശ്യമായത് എത്ര ചാക്കുകളാണെന്ന് ആര് കണ്ടു? ഇനി കൃത്യമായ എണ്ണം പറയാം. 1 അല്ല, 5 അല്ല, 10 അല്ല, 70 ചാക്കുകൾ ഉപയോഗിച്ചുമാണ് ഈ 3 കഥകളി വേഷങ്ങളും നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ആ എണ്ണത്തിലുണ്ട് കഥകളിയിൽ ചാക്കിനുള്ള പങ്ക്. ക്യാമറ പേഴ്സൺ ജിഷ്ണു ഗിരീഷിനൊപ്പം അരുൺ രാജ്, മീഡിയ 1.